കശ്മീരിൽ ഉതിർത്ത വെടിയുണ്ടകൾ കേരളത്തിൽ നിന്ന് ഒരു മലയാളിയുടെ ജീവൻ കൂടി പൊലിയാനിടയാക്കിയിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ സംസ്കാരം ഇന്ന് രാവിലെ 9:30 വരെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. 11 മണിക്കാണ് സംസ്കാരം. വിവരങ്ങളുമായി റെനെ മെഡ്സിറ്റി ആശുപത്രിയിൽ നിന്ന് റാഫി കരീം ചേരുകയാണ്. റാഫി, റെനെ മെഡ്സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോഴാണ് മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകുന്നത്? വിവരങ്ങൾ. രാവിലെ 6:45 കൂടി തന്നെ റിനായ് മെഡിസിറ്റിയിലെ മോർച്ചറിയിൽ നിന്ന് മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. 7 മണിയോടുകൂടി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം ആരംഭിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. റിനായ് മെഡിസിറ്റിയിലെ അതിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനകം മൃതദേഹം പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. തുടർന്ന് രാവിലെ 9:30 മണിവരെ ചങ്ങമ്പുഴ പാർക്കിലായിരിക്കും മൃതദേഹം പൊതുദർശനത്തിൽ വയ്ക്കുക. അവിടെ മന്ത്രിമാരും ഒപ്പം തന്നെ കേരളത്തിന്റെ ഗവർണർ രാജേന്ദ്ര അഖിലേക്ക്, പിന്നെ ഒപ്പം ഗോവ ഗവർണർ ശ്രീധരൻപിള്ള തുടങ്ങിയ ആളുകളെല്ലാം തന്നെ അവിടെ എത്തും. അവിടെ ഈ രാമചന്ദ്രന് അന്തിമോപചാരം അർപ്പിക്കും. പിന്നീട് ആ 9:30 മണിക്ക് ശേഷം ഈ മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. ഇടപ്പള്ളിയിലെ വസതിയിലായിരിക്കും പിന്നീട് മറ്റ് ചടങ്ങുകൾ നടക്കുക. സംസ്കാര ചടങ്ങുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ കുടുംബാംഗങ്ങൾ മാത്രമായിരിക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അവിടെ നിന്ന് 11 മണിയോടുകൂടി ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിലേക്ക് ഈ മൃതശരീരം എത്തിക്കും. അവിടെയാണ് മറ്റ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രി പി രാജീവ് അടക്കമുള്ള ആളുകൾ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് സംസ്കാര ചടങ്ങുകളിൽ ഭാഗമാകും. ഒപ്പം തന്നെ പൊതുദർശനത്തിലും സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരുണ്ടാകും എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും കൊച്ചിയിൽ സംസ്കാര ചടങ്ങുകൾക്ക് എത്തുമെന്ന് ഇതിനോടകം തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തിങ്കളാഴ്ചയാണ് ഈ കശ്മീരിൽ മകളോടും ഒപ്പം തന്നെ കൊച്ചുമക്കളോടും ഒപ്പം ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിന് വേണ്ടി രാമചന്ദ്രൻ എത്തുന്നത്. ഹൈദരാബാദിൽ നിന്നായിരുന്നു ആ യാത്ര. ആ തിങ്കളാഴ്ച എത്തിയ രാമചന്ദ്രൻ തെളിഞ്ഞ കാലാവസ്ഥയെ തുടർന്നാണ് പഹൽഗാമിലേക്ക് എത്തുന്നത്. പഹൽഗാം സന്ദർശിക്കുന്നതിന് വേണ്ടി കശ്മീരിലെത്തിയതിനു ശേഷം അങ്ങോട്ട് എത്തുന്നത്. അന്ന് വളരെ തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. അവിടെ എത്തി ആ കാഴ്ചകൾ കാണുന്നതിനിടെയാണ് ആ മകളുടെയും കൊച്ചുമക്കളുടെയും മുൻപിൽ വച്ചാണ് രാമചന്ദ്രന് നേരെ ഭീകരവാദികൾ ഇത്തരത്തിൽ നിറയൊഴിക്കുന്നതും എന്തോ ഒന്ന് ചോദിച്ചതിന് ശേഷം നിറയൊഴിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മകൾ മാധ്യമങ്ങളോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഒപ്പം തന്നെ തന്റെ ജീവൻ അത് അച്ഛൻ മുന്നിൽ വെടിയേറ്റ് വീഴുന്നത് കണ്ടു നിൽക്കെ തന്റെ ജീവനും നഷ്ടമാകുമെന്നൊരു ആശങ്കയിൽ നിന്ന് തിരിച്ചെത്തിയതിന്റെ എല്ലാ ആശ്വാസവും ആ മകളുടെ മുഖത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ വളരെ ഭീകരമായ ഒരു സാഹചര്യം നേരിട്ട് അവിടെ നിന്ന് മടങ്ങിയെത്തിയ ആ മക്കളും ഇവിടെ ഇപ്പോഴുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാമചന്ദ്രന്റെ ഭാര്യയെ ഈ മരണവിവരം അറിയിക്കുന്നത്. അതായത് മൃതദേഹം കൊച്ചിയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമാണ് മരണവിവരം ഭാര്യയെ അറിയിക്കുന്നത്. രാമചന്ദ്രന്റെ ഭാര്യ അടക്കമുള്ള ആളുകളും ഇന്ന് പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകളും ഉണ്ടാകും. നമുക്ക് നേരത്തെ തന്നെ അറിയാം, നമ്മൾ ഈ രാമചന്ദ്രന്റെ മരണത്തിന് പിന്നാലെ ഇടപ്പള്ളിയിലെ വസതിയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകളോടും സംസാരിച്ചതാണ്. വലിയ സുഹൃത്ത് വലയം കൊച്ചിയിൽ രാമചന്ദ്രനുണ്ടായിരുന്നു. എല്ലാ മേഖലയിലും വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. സാംസ്കാരിക മേഖലയിലും ഒപ്പം തന്നെ സാമൂഹിക മേഖലയിലും എല്ലാ ആവശ്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ സുഹൃത്ത് വലയം അദ്ദേഹത്തിന് വസതിക്കും ഒപ്പം തന്നെ ആ ഒരു അദ്ദേഹത്തിന്റെ പ്രദേശത്തും അത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനത്തിന് വലിയ ജനക്കൂട്ടമുണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തായാലും 11 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. 9:30 സംസ്കാര ചടങ്ങുകൾക്ക് ഭാഗമായി മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. ഇടപ്പള്ളിയിലെ വസതിയിലായിരിക്കും പിന്നീടുള്ള ചടങ്ങുകൾ നടക്കുക. ആ ചടങ്ങുകളിൽ കുടുംബം മാത്രമാണ് പങ്കെടുക്കുന്നത് എന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. റെനെ മെഡ്സിറ്റി ആശുപത്രിക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു റാഫി കരീം. 6:45 മൃതദേഹം അവിടെ നിന്ന് ചങ്ങമ്പുഴ പാർക്കിലേക്ക് കൊണ്ടുപോകും. ആൻമരിയ സണ്ണിയുണ്ട് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന്. ആൻമരിയ, മുഖ്യമന്ത്രിയും ഗവർണറും ഗോവ ഗവർണറും അടക്കമുള്ള നിരവധി പ്രമുഖർ ഉൾപ്പെടെ സാധാരണക്കാരായ ആൾക്കാരുൾപ്പെടെ അവിടെ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ചങ്ങമ്പുഴ പാർക്കിൽ എന്തൊക്കെ തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് നടത്തിയിരിക്കുന്നത്?
ക്രിസ്റ്റീന, 7 മണിയോട് അടുത്ത് എത്തുന്ന മൃതദേഹം പൊതുദർശനം ആരംഭിക്കുന്നത് 7:30യോടെയായിരിക്കും. 7:30 മുതൽ 9:30 വരെയാണ് ചങ്ങമ്പുഴ പാർക്കിൽ, ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനം നടക്കുന്നത്. അതിനുശേഷം റാഫി സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലേക്ക്, ഈ മങ്ങാട് റോഡിലുള്ള നീരാഞ്ജനം വീട്ടിലേക്ക്, എൻ രാമചന്ദ്രൻ്റെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുചെല്ലും. അതിനുശേഷം നടക്കുന്ന ചടങ്ങുകൾക്ക് ശേഷം 11 മണിയോടെ ആരംഭിക്കുന്ന സംസ്കാര ചടങ്ങുകൾ, പിന്നീട് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ ഏകദേശം ഒരു 12 മണിയോടടുത്ത് സംസ്കാരം. ഈ രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്ന സമയക്രമം എന്ന് പറയുന്നത്. ഇവിടെ ചങ്ങമ്പുഴ പാർക്കിൽ നിരവധി കണക്കിനുള്ള ആളുകൾ എത്തിച്ചേരും. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എത്തിച്ചേരും എന്ന് കണക്ക് കൂട്ടി തന്നെ, അത് മാത്രമല്ല സാധാരണക്കാരായ ആളുകളും എത്തിച്ചേരും. ഇത് മലയാളികളുടെ ഒരു വികാരമായിരിക്കും. കാരണം ഏറെ ആദ്യം നമ്മൾ ഒരു ആശ്വാസവാക്കോടെ, ഒരു പ്രതീക്ഷയോടുകൂടി കണ്ടിരുന്നു. ഒരു മലയാളി ജീവൻ ഉണ്ടാവരുതേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ കണ്ടിരുന്നു. പക്ഷെ നമ്മുടെ എല്ലാം പ്രാർത്ഥനയെല്ലാം തെറ്റിച്ചുകൊണ്ടായിരുന്നു ഒരു മലയാളി, അതൊരു ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള 65 വയസ്സുള്ള എൻ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ആ വിവരം നമുക്ക് ലഭിക്കുന്നത്. അതൊരു ഞെട്ടലോടുകൂടിയാണ് ഓരോ മലയാളിയും ഒരു ഞെട്ടലോടുകൂടിയാണ് അതിനെ കാണുന്നത്. ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ വേദനയുണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ മാത്രമല്ല, സാധാരണക്കാരായുള്ള ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പോലീസെല്ലാം ഈ സ്ഥലത്ത് വേണ്ട ക്രമീകരണങ്ങളെല്ലാം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 5 മണിയോടുകൂടി തന്നെ ഈ പരിസരത്തെല്ലാം പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത കടകളിലെല്ലാം ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പോലീസ് നൽകിയിട്ടുണ്ട്. ഒരു വഴി മാത്രമായിരിക്കും ഇതിനു വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുക. കാരണം മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനവുമുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഈ പൊതുശ്മശാനത്തിൽ നടക്കുന്ന സംസ്കാര ചടങ്ങുകൾക്ക് മന്ത്രി പി രാജീവും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു വലിയ നേതൃനിര തന്നെ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു തിരക്കുണ്ടാകും. അല്ലെങ്കിൽ ആളുകൾ ഈ അവസാനമായി രാമചന്ദ്രനെ ഒന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരും എന്ന് കണ്ടുകൊണ്ട് നിരവധി കണക്കിനുള്ള ആളുകൾ എത്തിച്ചേരും. ഇതിനോടകം തന്നെ പലപ്പോഴായിട്ടും ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഈ പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുക. കാരണം 7:30 ആയിരിക്കും പൊതുദർശനം ആരംഭിക്കുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് രാവിലെ തന്നെ ആനിലേക്ക് തിരികെ എത്താം. ആൻമരിയ സണ്ണിയാണ് ചങ്ങമ്പുഴ പാർക്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയത്തിനകം എൻ രാമചന്ദ്രന്റെ മൃതദേഹം ചങ്ങമ്പുഴ പാർക്കിലേക്ക് എത്തിക്കും. അവിടെ പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ടാകും.